സർ, ഈ ഡിജിറ്റൽ സർവേ പ്രഖ്യാപനം വന്നപ്പോൾ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 40 ലക്ഷത്തോളം ഭൂമിയിൽ 4 ലക്ഷം മാത്രമാണ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും 2.5 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ 13 പ്രഖ്യാപനം കഴിഞ്ഞ് പക്കയാക്കിയിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ല. 4 ലക്ഷം തന്നെ 13 പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ഗുണമേന്മയോടും കൂടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ വരുന്ന പരാതികൾ അടക്കം തീർത്തിട്ട് എന്നാണിത് 13 പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എല്ലാ പരാതികളും പരിഹരിച്ച് ഇതിൻ്റെ ബൗണ്ടറി ഇട്ട് ഓരോ ഉടമസ്ഥന്മാർക്കും അതിൻ്റെ ബൗണ്ടറി നിശ്ചയിച്ച് കൊടുക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങ് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2022 നവംബർ 1 ഔപചാരികമായി ആരംഭിച്ചെങ്കിലും എല്ലാ വിധത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും കിട്ടി ഇത് ആരംഭിക്കുന്നത് 2023 ഓഗസ്റ്റ് 2 38 ലക്ഷം ഹെക്ടർ ഭൂമിയുള്ളതിൽ 28 ലക്ഷത്തിൽ 4 ലക്ഷം പൂർത്തീകരിച്ചു. അങ്ങ് പറഞ്ഞ പ്രശ്നം ഇവിടെ വരികയാണ്. 197 വില്ലേജിൽ 9-2 പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത് 31 ആവാനുള്ള പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ ഇനി എല്ലാവരും പരാതികളില്ലാത്ത വിധത്തിൽ 9-2 പ്രസിദ്ധീകരിച്ച് 13 ആകുന്നതിന് മുമ്പ് ആവശ്യമായി ഉയർന്നു വരുന്ന പരാതികൾ പരിഹരിക്കാനും, അതോടൊപ്പം കേവലം 13 ആയതുകൊണ്ട് കാര്യമില്ല സാർ, ഇത്രയധികം പണം അങ്ങനെ ചെലവഴിച്ചിട്ടും കാര്യമില്ല. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി എൻ്റെ ഭൂമി എന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ വന്നാൽ മാത്രമേ 13ലേക്ക് കൊടുക്കുന്ന ഗുണഫലങ്ങൾ നമുക്കുണ്ടാകൂ. ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഈ 100 ദിന പരിപാടികളുടെ ഭാഗമായി തന്നെ ആദ്യത്തെ 200 വില്ലേജുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടൻ ആ 200 വില്ലേജുകൾ 13ലേക്ക് പോകും. അതനുസരിച്ച് ഓരോ ഘട്ടവുമായി നടപടി പോകും. രണ്ടാമത്തെ സെക്ഷനിലെ 87 വില്ലേജുകളിൽ 9-2 ആയി. മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള റീസർവേ സൈമുൾട്ടേനിയസ് ആയി തന്നെ ആരംഭിക്കുകയാണ്.